സാജിയോ ഒരിക്കലില്ലേ, ഒരു നാട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ദിവസം അയാളുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയും അയാളുടെ മുഖം നന്നായിട്ട് പൊള്ളിപ്പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ അന്ന് രാത്രി അയാൾ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഇനി ഞാനങ്ങനെ പുറത്തിറങ്ങും, നാട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് അയാൾ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അയാളുടെ മുറിയിൽ നിന്നൊരു ചെറിയ ശബ്ദം കേൾക്കുന്നത്. ഇവിടെ നിധിയുണ്ട് എന്നായിരുന്നു ആ ശബ്ദം. അപ്പോൾ അയാൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി ആ സ്ഥലം ഇങ്ങനെ കുഴിച്ചെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര നിധി, ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങളൊക്കെയുള്ള പൈസയൊക്കെയുള്ള വലിയ നിധിയാണ്. അയാൾ ആ നിധി എടുത്തു. ഓ, ഭയങ്കര സംഭവം, ഇനി എനിക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ ഞാൻ ധനികനായി. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, എനിക്കിനി ഒരു ഇണ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇണയെ കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പണം കണ്ടുവരുന്ന ഇണയല്ല എനിക്ക് വേണ്ടത്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഇണയായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നാട്ടിലൊക്കെ അന്വേഷിച്ചു, ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു, ഒരുപാട് പെൺകുട്ടികളെ അയാളിലേക്ക് അയാളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് അയാൾ കുറേ നടന്നു. ഒരുപാട് പെൺകുട്ടികൾ വന്നു, പക്ഷേ അയാളുടെ ഈ വികൃതമായ മുഖം കണ്ട് പലരും തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരിക്കൽ ഒരു സുന്ദരിയായ പെൺകുട്ടി അയാളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. അവൾ പറഞ്ഞു, എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതം. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, എന്താണ്? ഒന്നുമില്ല, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവരുടെ ഫസ്റ്റ് നൈറ്റിൽ അയാൾ ഇരുന്ന് അവളുടെ ആ ഇണയായിട്ടിരുന്നൊന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ അവളോട് ചോദിച്ചു, അല്ലേ നിനക്ക് എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞത്? കാരണം എൻ്റെ മുഖം നോക്കൂ, ആകെ വികൃതമാണ്, ഒരു ഭാഗം മൊത്തം ചീഞ്ഞളിഞ്ഞ് ആകെ പ്രശ്നത്തിൽ പൊള്ളി ആകെ വികൃതമാണ്, നിനക്ക് എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ പറഞ്ഞു, വളരെ മനോഹരമാണ് ആ വാക്ക് കേട്ടോ, ഞാൻ നിങ്ങളുടെ വികൃതമുള്ള മുഖത്തേക്ക് നോക്കിയില്ല, ഞാൻ നോക്കിയത് നിങ്ങളുടെ മനോഹരമായ ആ മുഖത്തിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കി, ഇത് തന്നെയല്ലേ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ ലോകത്തെ എല്ലാ മനുഷ്യനും ഇതുപോലൊരു വികൃതമായ മുഖമില്ലേ? ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഇതുപോലെ വികൃതമായൊരു മുഖത്തിന്റെ ഭാവമുണ്ട്. ആ വികൃതമായ മുഖത്തിന്റെ ഭാവത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തൊന്നും തന്നെ അവരെ നമുക്ക് ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഈ വികൃതമുള്ള ഭാഗം പോലെ തന്നെ ഇപ്പുറത്ത് മനോഹരമായ ഒരു ഭാവം കൂടെ ഉണ്ട്. ഈ മനോഹരമായ ഭാഗത്തെ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കില്ലേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തെ എല്ലാ മനുഷ്യരും നന്മയും തിന്മയും കൂടിക്കലർന്നിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വികൃതവും മനോഹരവും കൂടി ചേർന്നിട്ടുള്ളവരാണ്. നമുക്ക് മനോഹാരിതയിലേക്ക് നോക്കാം, വികൃതത്തെ കാണാതിരിക്കാം. അപ്പം നമുക്ക് കൂടുതൽ സ്നേഹിക്കാനും എടുക്കാനും കഴിയും. ഇതാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്.